ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഏകാദശി സ്കന്ധം തുടങ്ങാൻ പോവുകയാണ്. ദശമസ്കന്ധത്തിൻ്റെ ചുരുക്കമായ ഒരു അവതരണം ഞാൻ ഇപ്പോൾ പറയാം. അതിനുശേഷം നമുക്ക് ഏകാദശ സ്കന്ധം തുടങ്ങാം. ദശമസ്കന്ധത്തിൽ ആദ്യം ശ്രീകൃഷ്ണാവതാരം. ബ്രഹ്മാവ് ഭൂമി ആശ്വസിപ്പിക്കുന്നത്, കംസൻ ദേവകിയെ കൊല്ലാൻ തുടങ്ങുന്നത്, വസുദേവരുടെ വാക്കനുസരിച്ച് അതിൽ നിന്ന് പിന്മാറുന്നത്, കംസൻ ദേവകിയുടെ 6 പുത്രന്മാരെ കൊല്ലുന്നത്, ഭഗവാന്റെ ദേവകീ ഗർഭപ്രവേശനം, ബ്രഹ്മാദിദേവന്മാർ ഗർഭസ്ഥനായ ഭഗവാനെ സ്തുതിക്കുന്നത്, ശ്രീകൃഷ്ണാവതാരം. വസുദേവനും ദേവകിയും ഭഗവാനെ സ്തുതിക്കുന്നത്, ഭഗവാനെ നന്ദഗോകുലത്തിൽ കൊണ്ടാക്കി യശോദയുടെ പുത്രിയായി അവതരിച്ച യോഗമായയെ കൊണ്ടുവരുന്നത്, കൊല്ലാൻ തുടങ്ങുന്ന കംസന്റെ കയ്യിൽ നിന്ന് യോഗമായാദേവി രക്ഷപ്പെടുന്നതും, കംസന്റെ അനുതാപവും കംസമന്ത്രിമാരുടെ ദുർമന്ത്രണവും, ഗോകുലത്തിൽ ഭഗവാന്റെ ജാതകർമാദി മഹോത്സവം, നന്ദന്റെ മധുരാഗമനം, നന്ദ വസുദേവ സംവാദം, പൂതനാമോക്ഷം, ശകടഭംഗം, തൃണാവർത്തമോക്ഷം, ഭഗവാന്റെ വായിൽ യശോദ ആകാശാദികളെ കാണുന്നത്, ഗർഗന്റെ വരവ്, നാമകരണം, അമ്മയ്ക്ക് വായിൽ വിശ്വരൂപ ദർശനം കാട്ടിക്കൊടുത്തത്, കുലൂകലബന്ധനം, നീർമരുതവൃക്ഷങ്ങളായി തീർന്ന നളഗോപുര മണിഗ്രീവന്മാരെ അനുഗ്രഹിക്കുന്നത്, ഗോപികളുടെ വൃന്ദാവനയാത്ര, വത്സഭകാസുരവധം, അകാസുരമോക്ഷം, ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപന്മാരെയും മറച്ചപ്പോൾ ഭഗവാൻ ഗോപകുട്ടികളും പശുക്കുട്ടികളുമായി തീർന്ന് ബ്രഹ്മാവിനെ മോഹിപ്പിക്കുന്നതും, ബ്രഹ്മാവിൻ്റെ ഭഗവത്സ്തുതിയും ധേനുകാസുരവധവും, കാളിയൻ്റെ വിഷം കലർന്ന വെള്ളം കുടിച്ച മരിച്ച പശുക്കളെയും ഗോപകുമാരന്മാരെയും ഭഗവാൻ ജീവിപ്പിക്കുന്നതും, കാളിയമർദ്ദനവും, കാളിയൻ കാളിന്തിയിൽ വരാനുണ്ടായ കാരണം ദാവാഗ്നിപാനം, പ്രലംബാസുരവധവും, മുജ്ജാടവിയിൽ ഗോപന്മാരെയും പശുക്കളെയും കാട്ടുതീയിൽ നിന്ന് രക്ഷിക്കലും, വർഷം ശരത്ത് എന്നീ ഋതുക്കളുടെ വർണ്ണനവും, വേണുഗീതവും, ഗോപീ വസ്ത്രാപഹരണവും, യജ്ഞപത്ന്യാനുഗ്രഹവും, ഇന്ദ്രയാഗം മുടക്കലും, ഗോവർദ്ധനയാഗവും, ഗോവർദ്ധനോദ്ധാരണത്തിലൂടെ ഇന്ദ്രന്റെ മഴയിൽ നിന്ന് ഗോകുലവാസികളെ രക്ഷിക്കുന്നതും, നന്ദഗോപൻ ഗർഗവാക്യങ്ങളിലൂടെ നന്ദഗോപൻ ശ്രീകൃഷ്ണന്റെ അത്ഭുത പ്രഭാവം ഗോപന്മാരെ പറഞ്ഞു മനസ്സിലാക്കുന്നതും, ഇന്ദ്രനും കാമധേനുവും കൂടി ഭഗവാനെ ഗോവിന്ദാഭിഷേകം ചെയ്യുന്നതും, വരുണലോകത്തിൽ നിന്നും ഭഗവാൻ നന്ദനെ വീണ്ടുകൊണ്ടുവരുന്നതും, വേണുഗാനം കേട്ട് വൃന്ദാവനത്തിൽ വന്ന ഗോപിമാരും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംവാദവും രാസാരംഭവും, ഭഗവാന്റെ തിരോധാനവും, ഗോപികളുടെ ഭഗവത് അന്വേഷണവും, ഗോപികാഗീതവും, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഗോപികളെ ആശ്വസിപ്പിക്കുന്നതും, രാസക്രീഡയും, നന്ദഗോപരെ പെരുമ്പാമ്പിൽ നിന്ന് രക്ഷിക്കുന്നതും, സുദർശന ശാപമോക്ഷവും, ഗോപികളുടെ യുഗളഗീതവും, അരിഷ്ടാസുരവധവും, കംസൻ അക്രൂരനോട് ഗോകുലത്തിലേക്ക് പോകാൻ പറയുന്നതും, കേശീവധം, നാരദന്റെ ഭഗവത്സ്തുതി, വ്യോമാസുരവധവും, അക്രൂരൻ ഗോകുലത്തിലേക്ക് ചെല്ലുന്നതും, രാമകൃഷ്ണന്മാരുടെ മധുരായാത്ര, ഗോപികളുടെ വിലാപവും, അക്രൂരൻ കാളിന്തിയിൽ ഭഗവദ്ധാമത്തെ കാണുന്നതും, അക്രൂരൻ്റെ ഭഗവത്സ്തുതിയും, രാമകൃഷ്ണന്മാരുടെ മധുരാപ്രവേശനവും, രജകവധവും, തുന്നൽക്കാരനെയും മാലാകാരനെയും അനുഗ്രഹിക്കുന്നതും, സൈരന്ധ്രിയെ അനുഗ്രഹിക്കുന്നതും, ധനുർഭംഗം, മല്ലരംഗ സജ്ജീവകരണവും, കുവലയാപീഠവധവും, ഭഗവാന്റെ മല്ലരംഗപ്രവേശവും, ചാണൂരാദി മല്ലന്മാരുടെയും കംസന്റെയും വധവും, ദേവകീ വസുദേവ സാന്ത്വനവും, ഉഗ്രസേനന്റെ രാജാഭിഷേകവും, രാമകൃഷ്ണന്മാരുടെ ഉപനയനവും, വിദ്യാഭ്യാസം, ഗുരുദക്ഷിണ എന്നിവയും, ഉദ്ധവൻ ഗോകുലത്തിൽ ചെന്ന് നന്ദഗോപരെയും യശോദയെയും സമാധാനിപ്പിക്കുന്നതും,
ഉദ്ധവ ഗോപീ സംവാദം ഭ്രമരഗീതം ഭഗവാന്റെ സന്ദേശം കേൾപ്പിച്ച് ഉദ്ധവൻ ഗോപികളെ സമാധാനിപ്പിക്കുന്നതും സൈരന്ധ്രിയെ അനുഗ്രഹിപ്പിക്കുന്നതും അക്രൂരൻ്റെ ഗൃഹത്തിൽ ചെന്ന് ശ്രീകൃഷ്ണനും ബലരാമനും അക്രൂരനെ ഹസ്തിനപുരത്തിലേക്ക് അയക്കുന്നതും അക്രൂരൻ ഹസ്തിനപുരത്തിൽ ചെല്ലുന്നതും അക്രൂര ധൃതരാഷ്ട്ര സംവാദവും മധുരയിലേക്ക് അക്രൂരൻ മടങ്ങി വരുന്നതുമായ ദശമസ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉത്തരാർത്ഥത്തിൻ്റെ വിഷയങ്ങളെ പറയാം. ജരാസന്ധ യുദ്ധവും ദ്വാരകാ നിർമ്മാണവും ആലയവനനാശവും മുചുകുന്ദസ്തുതിയും രുക്മിണി സന്ദേശവും ശ്രീകൃഷ്ണൻ വിദർഭ രാജ്യത്ത് ചെന്ന് രുക്മിണിയെ ഹരിക്കുന്നതും രുക്മിണി വിവാഹവും പ്രദ്യുമ്ന ജനനവും ശംബരവധവും സെമന്തകോപാഖ്യാനവും ജാമ്പവതിയുടെയും സത്യഭാമയുടെയും വിവാഹവും സത്രാജിത്തിനെ വധിച്ച് ശതധന്വാവ് സെമന്തകരത്നം അപഹരിക്കുന്നതും ശതധന്വാവിൻ്റെ വധവും അക്രൂര പലായനവും വീണ്ടും ദ്വാരയിലേക്ക് മടങ്ങിവരലും കാളിന്തി മിത്രവിന്ദ സത്യ ഭദ്ര ലക്ഷ്മണ ഇവരുടെ വിവാഹവും നരകാസുരവധവും പാരിജാതാപഹരണവും 16,000 കന്യകമാരെ പാണിഗ്രഹണവും ശ്രീകൃഷ്ണ രുക്മിണി സംവാദവും അനിരുദ്ധ വിവാഹവും രുക്മീവധവും ഉഷാനിരുദ്ധ സംഗമവും അനിരുദ്ധ ബന്ധനവും ബാണയുദ്ധവും മൃഗന്റെ ഉദ്ധാരവും ബലഭദ്രന്റെ ഗോകുലാഗമനവും യമുനാകർഷണവും പൗണ്ഡ്രക കാശിരാജാക്കന്മാരുടെ ദ്വിവിധവധവും സാംബ വിവാഹവും ഹസ്തിനപുരകർഷണവും ദേവർഷി നാരദൻ ഭഗവാന്റെ ഗൃഹചര്യയെ വീക്ഷിക്കുന്നതും ശ്രീകൃഷ്ണന്റെ നിത്യകർമാനുഷ്ഠാന വർണ്ണനം ജരാസന്ധൻ കാരാഗൃഹത്തിലടച്ച രാജാക്കന്മാരുടെ ദൂതന്റെ വരവും ദ്വാരകയിലേക്ക് നാരദാഗമനവും യുധിഷ്ഠിരന്റെ രാജസൂയത്തെപ്പറ്റി നാരദ മഹർഷി ഭഗവാനോട് പറയുന്നതും ഉദ്ധവന്റെ അഭിപ്രായപ്രകാരം ശ്രീകൃഷ്ണന്റെ ഇന്ദ്രപ്രസ്ഥഗമനവും രാജസൂയത്തിന് പാണ്ഡവരുടെ ദിഗ്വിജയവും ജരാസന്ധവധവും ജരാസന്ധന്റെ കാരാഗൃഹത്തിൽ നിന്ന് രാജാക്കന്മാരെ മോചിപ്പിക്കുന്നതും രാജസൂയം ശ്രീകൃഷ്ണനെ അഗ്രപൂജ ചെയ്യുന്നതും ശിശുപാലവധവും രാജസൂയവും അപഹൃത സ്ഥാനവും മയൻ ഉണ്ടാക്കിയ സഭയിൽ ദുര്യോധനന് പറ്റിയ അപമാനവും സാല്വയുദ്ധവും സൗഭത്തെ നശിപ്പിച്ച് ഭഗവാൻ സാല്യനെ വധിക്കുന്നതും ദന്തവക്ത്ര വിദൂരവധവും ബലരാമൻ സൂതനെ കൊല്ലുന്നതും ബല്ലലവധവും ബലരാമന്റെ തീർത്ഥയാത്രയും കുചേലോപാഖ്യാനവും ഭഗവാൻ കുചേലന്റെ അവിൽ സ്വീകരിക്കുന്നതും അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതും സൂര്യഗ്രഹണ സമയത്ത് കുരുക്ഷേത്രത്തിൽ യാദവന്മാരും ഗോപന്മാരുമായുള്ള സംഗമവും പാഞ്ചാലിയോട് ഭഗവത് പത്മാർ തങ്ങളുടെ വിവാഹ വൃത്താന്തം പറയുന്നതും ഋഷിമാർ ഭഗവാനെ കാണാൻ വരുന്നതും വസുദേവയജ്ഞം തീർത്ഥസ്ഥാനം കഴിഞ്ഞ് മടങ്ങിപ്പോകലും വസുദേവൻ ഭഗവത് തത്വത്തെ പ്രതിപാദിക്കുന്നതും ഭഗവാൻ കൃഷ്ണനും രാമനും കൂടി ദേവകിയുടെ മരിച്ചുപോയ കുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കുന്നതും സുഭദ്രാഹരണവും ബഹുലാശ ശ്രുതദേവാനുഗ്രഹവും ശ്രുതിഗീതയും ബ്രഹ്മചാരി സ്വരൂപേണ വിഷ്ണു ഭഗവാൻ മൃഗാസുരനിൽ നിന്ന് ശിവനെ രക്ഷിക്കുന്നതും ഭൃഗുമഹർഷി ത്രിമൂർത്തികളെ പരീക്ഷിക്കുന്നതും സന്താനഗോപാലവും ശ്രീകൃഷ്ണ ലീലകളുടെ സംക്ഷിപ്ത വർണ്ണനവും ഭഗവത് പത്നിമാർക്ക് ഭഗവാനോടുള്ള അനുരാഗാധിക്യം യദുവംശക്കാരുടെ അസംഖ്യേയ തത്വപ്രതിപാദനവും ഉത്തരാർത്ഥത്തിൽ പ്രതിപാദിക്കുന്നു.